നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ വെങ്ങിനിശ്ശേരി കപ്പക്കാട് സഹോദരങ്ങൾ ഉൾപ്പെടെ 4 കുട്ടികൾക്ക് ഇടിമിന്നലേറ്റു. പാടത്ത് ഷട്ടിൽ കളിക്കുന്നതിനിടെയായിരുന്നു അപകടം. പൊള്ളലേറ്റ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിലാണ് നിയന്ത്രണം. വൈദ്യുതി മുടക്കത്തിൽ വ്യാപക പ്രതിഷേധം. SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രഖ്യാപിക്കും. +2 VHSC ഫലം മെയ് 22-ന്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ഭാഗികം. വാഹനങ്ങൾ തടഞ്ഞും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചും ഹർത്താൽ അനുകൂലികൾ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കൊടിപ്പുറത്ത് വിളക്ക് ബുധനാഴ്ച. സാംസ്കാരിക പരിപാടികൾക്കും ബുധനാഴ്ച തുടക്കമാകും. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ നടപ്പാത നിർമ്മാണം പ്രഹസനമെന്ന ആക്ഷേപം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ നാട്ടുകാർ രംഗത്ത്. ആമ്പല്ലൂരിലെ സർവീസ് റോഡിൽ നിരന്തരം സ്ലാബുകൾ തകരുന്നത് അപകടക്കെണിയാകുന്നു. വാർത്തകൾ വിശദമായി. വെങ്ങിനിശ്ശേരി, ശങ്കരമംഗലം, കപ്പക്കാട് സഹോദരങ്ങൾ ഉൾപ്പെടെ 4 കുട്ടികൾക്ക് ഇടിമിന്നലേറ്റു. കരേക്കാട്ടിൽ വീട്ടിൽ ശിവകൃഷ്ണ, കരിയിൽ വീട്ടിൽ അക്ഷര, നാരായണക്കാട്ടിൽ വീട്ടിൽ ജിഷ്ണു, സഹോദരൻ സച്ചു എന്നിവർക്കാണ് മിന്നലേറ്റത്. വീടിന് സമീപത്തെ പാടത്ത് ഷട്ടിൽ കളിക്കുന്നതിനിടെ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കുട്ടികൾക്ക് ഇടിമിന്നലേറ്റത്. കൈക്കാലുകൾക്ക് പൊള്ളലേറ്റ കുട്ടികളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഴയില്ലാത്ത സമയത്ത് അപ്രതീക്ഷിതമായാണ് ഇടിമിന്നലുണ്ടായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇതൊരു ശങ്കരമംഗലം വെങ്ങനിശ്ശേരി പിള്ളേർ പാടത്തേക്ക് ഷട്ടിൽ കളിക്കായിരുന്നു. അപ്പോൾ അതുണ്ടായത് പെട്ടെന്ന് ഒരു ഇടി മിന്നലും കൂടി ഒരുമിച്ച് വന്ന് പിള്ളേർ 4-5 പേര് കുഴഞ്ഞു വീണു. അങ്ങനെ നേരിട്ട് ഇങ്ങനെ ലൈറ്റിൽ കൊണ്ടു. ലൈറ്റിൽ ബെഡിലാണെന്നപ്പോൾ ഇവിടെ ഇതായി കൊണ്ടുപോകാം. മഴയൊന്നും പെയ്തില്ല. ശിവകൃഷ്ണയ്ക്ക് ഇത്തിരി കാര്യമായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പെൺകുട്ടിക്ക് ഒരു കാലിൻ്റെ അടിയിൽ പൊള്ളിലുണ്ട്, തൊടാമ. വലിയ കുഴപ്പമില്ല. 2 പേർക്ക് തലമുടി കരിഞ്ഞുണ്ട്. അപ്പോൾ അവരും കൊണ്ടുപോയി. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിലാണ് നിയന്ത്രണം. KSEB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പീക്ക് ടൈമിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്നും നിർദ്ദേശം. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ചൊവ്വാഴ്ചയാണ് ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത്. വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർധനയാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിലാണ് പീക്ക് ടൈമിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എരുമപ്പെട്ടിയിലെ KSEB കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രി ജനങ്ങളുടെ പ്രതിഷേധം. മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്നാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ 100 കണക്കിന് ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചത്. എരുമപ്പെട്ടി, കടങ്ങോട്, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ഉപഭോക്താക്കളാണ് കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രിയിലെത്തി പ്രതിഷേധിച്ചത്. പ്രതിഷേധം ചൊവ്വാഴ്ച പുലർച്ചെ 4 വരെ നീണ്ടു. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികളുമായി സ്ത്രീകളും വൈദ്യുതി ഓഫീസിലെത്തിയിരുന്നു. പലരും പായ വിരിച്ച് ഓഫീസിനുള്ളിലും പുറത്തും കിടന്ന് പ്രതിഷേധിച്ചു. KSEB ഓഫീസിൽ തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് കറണ്ടില്ലാതെ വലഞ്ഞ വിവിധ പ്രദേശങ്ങളിലുള്ളവർ നേരിട്ട് ഓഫീസിലെത്തിയത്. സ്ഥലത്തെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് നാട്ടുകാരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിന് ഇടയാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുണ്ടന്നൂർ സെക്ഷന് കീഴിലെ പല പ്രദേശങ്ങളിലും പകലും രാത്രിയിലും നിരന്തരം വൈദ്യുതി തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും രാത്രിയിൽ ഒട്ടും വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയാണ്. ഇതുമൂലം കുട്ടികളും പ്രായമായവരും കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവർ ഏറെ ബുദ്ധിമുട്ടിലാണ്. പ്രധാന ഫീഡറിൽ തകരാർ സംഭവിച്ചതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം തകരാർ പരിഹരിക്കുവാനും മറ്റും രാത്രികാലങ്ങളിൽ ആവശ്യമായ ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും രാത്രിയിൽ 2 ലൈൻമാൻമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പറയുന്നു. പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. അതേസമയം പവർ കട്ട് ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ചെറിയ തകരാറാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈദ്യുതി തകരാർ പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥയാണ് വൈദ്യുതി തടസ്സത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു.
TCV എരുമപ്പെട്ടി. അറിയിപ്പ് നൽകാതെ വൈദ്യുതി കളഞ്ഞ് ജനങ്ങളെ വലയ്ക്കുന്ന KSEBയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര KSEB ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി. യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാനാൽ, മണ്ഡലം പ്രസിഡന്റുമാരായ സുരേഷ് കലാമണ്ഡലം, AU അബ്ദുറഹ്മാൻ, NT വിപിൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സൂരജ്, വരുൺ, ഹുസൈൻ, നികേഷ്, അജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ നടത്തുന്ന അനധികൃത ലോഡ് ഷെഡിങ്ങിനെതിരെ പഴഞ്ഞി KSEB സെക്ഷൻ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. വരും ദിവസങ്ങളിലും ലോഡ് ഷെഡിംഗ് തുടരുമെന്ന് സർക്കാർ നിലപാട് ജനങ്ങളോടുള്ള ധാർഷ്ട്യമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പുന്നയൂർക്കുളം മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് റഹീസ് സമരം ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അഷ്കർ അറക്കൽ, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നാസർ കെ, ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷജീർ പതിയാനവളപ്പിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വൈദ്യുതി തടസ്സത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിളിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ടെലിഫോൺ എടുക്കുന്നില്ലെന്നും കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥരുടെ ഈ വീഴ്ചയ്ക്കെതിരെ മേലധികാരികൾക്ക് പരാതി നൽകിയതായും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രഖ്യാപിക്കും. +2 VHSE ഫലം മെയ് 22-നും പ്രഖ്യാപിക്കും. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് SSLC ഫലത്തിനായി കാത്തിരിക്കുന്നത്. 72 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. 2000-ഓളം അധ്യാപകരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. തുടർ മൂല്യനിർണ്ണയത്തിന് ശേഷം മെയ് അവസാനത്തോടെ അതിന്റെ ഫലവും പ്രഖ്യാപിക്കും. ഇടവേള. The wind hums a song deep and wise, a tale of love beneath endless skies. We close our eyes, the world complies. Yaleo, Yaleo, carry me through. In your arms, I'm born. French Dairy Pistachio Kunafa Bar. The Taste Factory. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG Gold & Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG Gold & Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs.
വാർത്തകൾ തുടരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയെ കാര്യമായി ബാധിച്ചില്ല. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തി. കടകമ്പോളങ്ങളെല്ലാം തുറന്നു പ്രവർത്തിച്ചു. അതേസമയം ചില സ്ഥലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, പിന്നീട് വിട്ടയച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജവും KPMS അടക്കമുള്ള സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊന്നും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പ്രൈവറ്റ് ബസ് ഉടമസ്ഥ സംഘടന, കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ ഹർത്താലുമായി സഹകരിച്ചിരുന്നില്ല. ഇരിങ്ങാലക്കുടയിൽ ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തുകയായിരുന്ന KSRTC സ്വകാര്യ ബസ്സുകളാണ് തടഞ്ഞത്. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ബസ് സർവീസുകൾ പുനഃസ്ഥാപിച്ചത്. പിന്നീട് ബസ് സ്റ്റാൻഡിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ച് സുരക്ഷ ഉറപ്പാക്കി. അതേസമയം ഒരു വിഭാഗം ബസ്സുകൾ സമരത്തെ അനുകൂലിച്ച് സർവീസ് നടത്തിയില്ല. ഹർത്താലിൽ ചാലക്കുടിയിൽ യാത്രക്കാർ ദുരിതത്തിലായി. മാള, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിൽ ബസ്സുകൾ തടഞ്ഞതിനാൽ ചാലക്കുടിയിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവെച്ചു. രാവിലെ ആദ്യ ട്രിപ്പുകൾ ഓടിയ ബസ്സുകൾ എല്ലാം തിരിച്ചെത്തി സ്റ്റാൻഡിൽ നിർത്തിയിട്ടു. മേലൂർ റൂട്ടിലേക്ക് മാത്രമാണ് പിന്നീട് ബസ്സുകൾ സർവീസ് നടത്തിയത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർ ഏറെ നേരം നട്ടം തിരിഞ്ഞു. കോടശ്ശേരി കുറ്റിച്ചിറയിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ ഏതാനും ഹർത്താൽ അനുകൂലികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടകമ്പോളങ്ങളെല്ലാം സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. ഹർത്താലിന്റെ ഭാഗമായി മാളയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്ത നേതാക്കളെയും പ്രവർത്തകരെയും മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. KPMS സംസ്ഥാന സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, അഡ്വക്കേറ്റ് CK രാധാകൃഷ്ണൻ, VK കാർവർണൻ, വിനയൻ മംഗലംപിള്ളി, PC ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ പിന്നീട് വിട്ടയച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. രാത്രിയിലെ ആചാര്യവരണത്തിന് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ നഗരമണ്ണ് ഋഷികേശ് നമ്പൂതിരിയാണ് കൊടിയേറ്റം നടത്തിയത്. തുടർന്ന് കൂത്തമ്പലത്തിൽ മിഴാവ്, ഒച്ചപ്പെടുത്തൽ, സൂത്രധാരക്കൂത്ത്, നങ്ങ്യാർ കൂത്ത് എന്നിവ നടന്നു. അമ്മന്നൂർ കുടുംബത്തിലെ കാരണവരായ അമ്മന്നൂർ കുട്ടൻ ചാക്യാരാണ് തലയിൽ കെട്ടി കൂത്ത് കഴിച്ചത്. കിഴക്കേ നടപ്പുരയിൽ മൃദംഗമേളവും അരങ്ങേറി. ബുധനാഴ്ചയാണ് കൊടിപ്പുറത്ത് വിളക്ക്. ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 ശീവേലിയും രാത്രി 9:30 വിളക്കെഴുന്നള്ളിപ്പും നടക്കും. ബുധനാഴ്ച രാത്രി പുറത്തെ പന്തലിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെ കലാപരിപാടികൾക്കും തുടക്കമാകും. ആറാട്ട് ദിവസമായ മെയ് 8 ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും അങ്കണവാടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അവധി പ്രഖ്യാപിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ചമയ പ്രദർശനം ആരംഭിച്ചു. കൊട്ടിലാക്കൽ പറമ്പിലെ പഴയ ഓഫീസ് കെട്ടിടത്തിലാണ് ചമയ പ്രദർശനം നടക്കുന്നത്. തിടമ്പേറ്റുന്ന ആനയ്ക്കും ഇടതും വലതും നിൽക്കുന്ന ഗജവീരന്മാർക്കും തങ്കത്തിൽ തീർത്ത നെറ്റിപ്പട്ടവും മറ്റാനകൾക്ക് വെള്ളിയിൽ തീർത്ത നെറ്റിപ്പട്ടവും അണിയിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം. കൂടാതെ കുടകളുടെ അരികും തങ്കത്തിലും വെള്ളിയിലുമാണ് അലങ്കരിച്ചിരിക്കുന്നത്. ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ രാധേഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ആനപ്പടിയുടെ സമർപ്പണം നടന്നു. ആനപ്പടിയുടെ സമർപ്പണം ക്ഷേത്രം മേൽശാന്തി പുത്തിലത്ത് നീലകണ്ഠൻ നമ്പൂതിരി നിർവഹിച്ചു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷനായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ, ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രോത്സവത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടി കിഴക്കേ നടയുടെ സമീപത്താണ് പഴയ ആനപ്പടി പൊളിച്ച് വീതി കൂട്ടി പുനർനിർമ്മിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇതോടെ കുട്ടൻകുളത്തിന് സമീപത്ത് നിർമ്മിച്ച ബഹുനില അലങ്കാര പന്തലും ദീപാലങ്കൃതമായി. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ PV ശിവകുമാർ, സ്മിത കൃഷ്ണകുമാർ, രാഘവൻ മുളങ്ങാടൻ,
തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 66 നടപ്പാത നിർമ്മാണം പ്രഹസനമായി മാറുകയാണെന്ന് ആക്ഷേപം. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ സർവീസ് റോഡിനോട് ചേർന്ന് സിമന്റ് കട്ട പാകി നിർമ്മിക്കുന്ന നടപ്പാതയെക്കുറിച്ചാണ് ആക്ഷേപം ഉയരുന്നത്. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നടപ്പാത നിർമ്മാണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മണ്ണ് നിരപ്പാക്കാതെയും വൈബ്രേറ്റർ ഉപയോഗിക്കാതെയുമാണ് നിർമ്മാണം. സിമന്റ് കട്ട നിരത്തുന്നതിന് മുൻപ് ബേബി മെറ്റലോ GSBയോ ഇടുന്ന പതിവും ഇവിടെ പാലിക്കുന്നില്ല. വെറും മണ്ണിൽ സിമന്റ് കട്ടകൾ നിരത്തിവയ്ക്കുക മാത്രമാണിപ്പോൾ നടക്കുന്നത്. പരാതി ഉയർന്നതിനെ തുടർന്ന് ഒരു വൈബ്രേറ്റർ മെഷീൻ കൊണ്ടുവന്നതൊഴിച്ചാൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം. ഇവർ ചെയ്യുന്നത് കുറച്ച് വേസ്റ്റ് മണ്ണിട്ട് ഇട്ടിട്ട് ഇത് പൂഴി മണ്ണ് ഇവിടെ കാണുന്ന സാധാരണ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ നിരത്തി വെച്ച് പോവുകയാണ്. എങ്ങനെയോ വെറുതെ വിരിച്ചങ്ങോട്ട് ഓടി പോവുകയാണ്. ഇത് വളരെ മോശമാണ്. ഇത് ജനങ്ങളുടെ നികുതിപ്പണമാണിത്. ഇത് എത്രയും പെട്ടെന്ന് ഈ അധികാരികൾ, ഈ ഇതിലൂടെ കാണുന്ന അധികാരികൾ എത്രയും പെട്ടെന്ന് വന്ന് ഇത് നേരിൽ വന്ന് കാണണം. ചെറിയൊരു മഴ പെയ്താൽ പോലും മണ്ണൊഴുകിപ്പോയി നടപ്പാത തകരുന്ന സ്ഥിതിയാണുള്ളത്. ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ദേശീയപാതയുടെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് റോഡിന്റെ നിലവാരം പോലും ഇല്ലെന്നതാണ് വസ്തുത. നിർമ്മാണത്തെക്കുറിച്ച് പരാതി പറയാൻ ഒരു ഉദ്യോഗസ്ഥനെ പോലും കണ്ടുകിട്ടാനില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതര സംസ്ഥാനക്കാരായ കരാർ കമ്പനി തൊഴിലാളികളോട് ആശയവിനിമയം നടത്തുന്നത് എളുപ്പമല്ലാത്തതിനാൽ ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ കാട്ടിലെ തടി തേവരുടെ ആന എന്ന രീതിയിലാണ് ദേശീയപാതയിലെ പല നിർമ്മാണങ്ങളും നടക്കുന്നത്. TCV കൊടുങ്ങല്ലൂർ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ഭാഗത്ത് സർവീസ് റോഡിൽ ഇടയ്ക്കിടെ സ്ലാബുകൾ തകരുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ ഗോകുലം ഹോട്ടലിന്റെ മുൻവശത്തോട് ചേർന്നാണ് 2 ദിവസം മുമ്പ് സ്ലാബ് തകർന്നത്. ഇതിനു മുൻപ് ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ നിരവധി തവണയാണ് സ്ലാബ് തകർന്നത്. ഇരുചക്ര വാഹനങ്ങളടക്കം പോകുന്ന വഴിയിൽ സ്ലാബുകൾ തകരുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. സർവീസ് റോഡുകളിൽ സ്ലാബ് തകരുന്നതിന് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റി ഇടപെടണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാനസിക വൈകല്യമുള്ള കാശ്മീരി യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ. തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിനെ കശ്മീർ പോലീസും ബന്ധുവും എത്തി നാട്ടിലേക്ക് കൊണ്ടുപോയി. മുഷ്താഖ് അഹമ്മദ് പണ്ഡിറ്റ് എന്ന 45 വയസ്സുള്ള ബിലാൽ പണ്ഡിറ്റിനെയാണ് കഴിഞ്ഞ 21-ന് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കണ്ടെത്തിയത്. ഭക്തർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിലാക്കി. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇയാൾ മാനസിക രോഗിയാണെന്നും ഇയാളെ കാണാനില്ലെന്ന് ബന്ധുക്കൾ നൌഗാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ടെമ്പിൾ പോലീസ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഇയാളെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നൌഗാം SI രവീന്ദർ സിംഗ്, മുസ്താഖിന്റെ അച്ഛന്റെ സഹോദരന്റെ മകൻ ഷെബീർ അഹമ്മദ് പണ്ഡിറ്റ് എന്നിവരാണ് ഗുരുവായൂരിലെത്തിയത്. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഗുരുവായൂർ ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ എന്നിവർ ഇവരുമായി സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗുരുവായൂരിൽ തീവ്രവാദി എത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും കാശ്മീർ പോലീസുമായും ബന്ധപ്പെട്ടതിൽ നിന്നും തീവ്രവാദ ബന്ധമൊന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തെ നമ്മൾ വെരിഫൈ ചെയ്തു. അദ്ദേഹം കശ്മീരിക്കാരനാണ്. അവിടുത്തെ കുറച്ച് മെന്റൽ അസുഖമായിട്ടുള്ള ആൾ തോന്നുന്നതാണ്. അദ്ദേഹത്തിന് അവിടുത്തെ വീട് വിട്ടിട്ട് കറങ്ങി നടക്കുന്നതാണ്. നമ്മൾ ഫാമിലി കോൺടാക്ട് ചെയ്തു, അവിടുത്തെ ലോക്കൽ പോലീസ് കോൺടാക്ട് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ആൻറ്റിസിഡൻറ്റ് നമ്പർ വെരിഫൈ ചെയ്തു. അതിൽ അങ്ങനെ ഇവർക്ക് ഒരു റാഡിക്കലായിട്ടുള്ള ഒരു എലിമെൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല നമുക്ക്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് മാനസിക അസ്വസ്ഥത കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ കുപ്വാര സ്വദേശിയായ മുസ്താഖ് വൈദ്യുതി വിഭാഗം ജീവനക്കാരനായിരുന്നു. അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തിൽ ഇയാൾ 2011-ൽ ഭാര്യയെ കൊലപ്പെടുത്തുകയും 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച ഇയാൾ രാജ്യം മുഴുവൻ കറങ്ങി നടക്കുകയായിരുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങുന്ന ഇയാൾ മലപ്പുറം ജില്ലയിലെ ഷഹബാസ് ഷരീഫ് ദർഗയിൽ നിന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നത്. മാർച്ച് 19 വരെ ഇയാൾ ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SHO വിനോദ് വലിയാട്ടൂർ പറഞ്ഞു. കാശ്മീരിൽ നൌഗാം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഇയാളുടെ വീട്. അപ്പോൾ പൂർണ്ണമായിട്ട് പോലീസ് അതിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ നൌഗാമിൽ വെച്ചിട്ട് ഇയാള് ഭാര്യയെ 2011-ൽ ഒരു മർഡർ കേസ് ഉണ്ട്. ചില ഫാമിലി പ്രശ്നങ്ങൾ മുകളിലാണ്. അതിനുശേഷം ഇയാൾ അവിടെ സെൻട്രൽ ജയിലിൽ കിടക്കുകയായിരുന്നു. അവിടെ വെച്ച് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ വന്നു എന്നും പിന്നീട് മാനസിക രോഗിയായിട്ട് അലഞ്ഞു തിരികെയായിരുന്നു. TCV
ഗുരുവായൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover a variety there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ടോറസ് ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ വ്യാപാരി നേതാവ് മരിച്ചു. തളിക്കുളം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഏങ്ങൂര് ചന്ദ്രബോസാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഗണേശമംഗലം സീപ്പേൾ ബാറിനടുത്ത് വെച്ചായിരുന്നു അപകടം. വാടാനപ്പള്ളി ഭാഗത്തു നിന്നും പാവറട്ടിയിലേക്ക് ഡോക്ടറെ കാണാൻ പോവുകയായിരുന്ന ചന്ദ്രബോസ് സഞ്ചരിച്ച ബൈക്കിന്റെ ഹാൻഡിലിൽ അതേ ദിശയിൽ വന്ന ടോറസ് ലോറി തട്ടിയതിനെ തുടർന്ന് ചന്ദ്രബോസ് ലോറിയുടെ അടിയിലേക്ക് മറിഞ്ഞു വീഴുകയും ലോറിയുടെ പിൻചക്രം തലയിലൂടെ കയറിയിറങ്ങി തൽക്ഷണം മരണപ്പെടുകയുമായിരുന്നു. അപകടത്തെ തുടർന്ന് ഹൈവേയിൽ അരമണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ചാവക്കാട് സ്വദേശി മരിച്ചു. തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് സമീപം എടശ്ശേരി ബദറുവിന്റെ മകൻ 20 വയസ്സുള്ള ഫഹദാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം. മദീൻ അക്കാദമിയിലെ വിദ്യാർത്ഥിയായ ഫഹദ് ഇതേ സ്ഥാപനത്തിലെ അധ്യാപകനുമായി ബൈക്കിൽ സഞ്ചരിക്കവേ ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 2 പേർക്കും സാരമായി പരിക്കേറ്റിരുന്നു. അധ്യാപകനായ അസ്ലം അഹസനി അപകട സമയം തന്നെ മരണപ്പെട്ടിരുന്നു. പരിക്കേറ്റ ഫഹദ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കാതെ താൽക്കാലിക മണ്ണ് ബണ്ട് പൊളിക്കാനുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ നീക്കം നാട്ടുകാർ തടഞ്ഞു. റെഗുലേറ്ററിന് ഇരുവശവും സ്ഥാപിച്ച മണൽ ബണ്ട് നീക്കം ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് സമരസമിതിയും നാട്ടുകാരും ചേർന്ന് തിരിച്ചയച്ചത്. 8 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് റെഗുലേറ്റർ നവീകരണം പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തിയായെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും ഷട്ടറുകൾക്കിടയിലൂടെ ഇപ്പോഴും വെള്ളം ചോരുന്നുണ്ടെന്നും കൃത്യമായി ലീക്ക് ടെസ്റ്റ് നടത്താതെ ബണ്ട് പൊളിച്ചാൽ കുടിവെള്ള സ്രോതസ്സുകളിലും കൃഷിയിടങ്ങളിലും ഉപ്പുവെള്ളം കയറുമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. പെരിങ്ങാട് പുഴയിൽ നിന്നും KLDC കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ എല്ലാ വർഷവും ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഇവിടെ താൽക്കാലിക ബണ്ട് നിർമ്മിക്കാറുള്ളത്. ശക്തമായ ഒഴുക്കിൽ ബണ്ട് തകരുന്നത് പതിവായതോടെയാണ് ഇതിന് ശാശ്വത പരിഹാരമെന്നോണം 8 കോടി രൂപ ചിലവഴിച്ച് ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരിച്ചത്. എന്നാൽ കോടികൾ ചിലവഴിച്ചിട്ടും റെഗുലേറ്ററിന്റെ ഷട്ടറുകളിലെ ചോർച്ച പൂർണ്ണമായും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസിയായ ഷൈൻ മുല്ലശ്ശേരി പറഞ്ഞു. നമ്മളെന്തായാലും ഉപ്പുവെള്ളം കുടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും കഴിയുന്നത്. അപ്പോൾ നാളെ നമ്മളുടെ ഭാവിയിലുള്ള കുട്ടികൾക്കും നമ്മളെ കുടുംബങ്ങൾക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ബാധ്യത നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നാളെ വരുന്ന അവർ എഞ്ചിനീയർമാരായിക്കോട്ടെ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരായിക്കോട്ടെ, അവർ നമുക്ക് ഇതിൻ്റെ ലീക്കില്ലാന്ന് നമുക്ക് കാണിച്ച് തെളിവ് തന്നാൽ മാത്രമേ നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഉണ്ടാവും മുൻപന്തി. ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഇടിയഞ്ചിറ സംരക്ഷണ പൗരസമിതി ഭാരവാഹികൾ അറിയിച്ചു. TCV ന്യൂസ് പാവറട്ടി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് 12:45 കാട്ടുങ്ങച്ചിറയിലെ സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിൽ തീപിടുത്തമുണ്ടായത്. വരാന്തയിൽ സ്ഥാപിച്ചിരുന്ന മീറ്റർ ബോക്സിനോട് ചേർന്നുള്ള സർവീസ് വയറിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാണ് തീ പടർന്നതെന്നാണ് നിഗമനം. വയറിങ്ങും മീറ്റർ ബോക്സും മറ്റും കത്തി നശിച്ചു. കനത്ത പുകയാണ് സ്റ്റേഷനകത്ത് ഉയർന്നത്. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തി.
ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള CCTVകളുടെ കൺട്രോൾ യൂണിറ്റും സ്റ്റേഷനിലെ ഫയർ റൂം എല്ലാം പ്രവർത്തിക്കുന്നത് ഇതിന് തൊട്ടടുത്താണ്. അവിടേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല. ചേലക്കര കിള്ളന്നൂരിൽ ഗൃഹനാഥനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കിള്ളന്നൂർ സ്വദേശി സിജോ, പനയാമ്പാടം അത്താണി സ്വദേശി നിശാന്ത് എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2013-ലാണ് തൊമ്മാന വിൻസെന്റിനെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. കേസിലെ മറ്റ് 2 പ്രതികളെ 1 വർഷം കഠിന തടവും 10,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി KP അജയ്കുമാർ കോടതിയിൽ ഹാജരായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് സ്വദേശി സുരേഷിന്റെ സംസ്കാരം നടത്തി. ശരീരഭാഗങ്ങളിലെ DNA പരിശോധന നടത്തിയാണ് സുരേഷിന്റെ മരണം സ്ഥിരീകരിച്ചത്. തെക്കുംകരയിലെ തറവാട് വീട്ടിലും കാഞ്ഞിരക്കോടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ചെറുതുരുത്തി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അന്താരാഷ്ട്ര റാംസർ പൈതൃക പ്രദേശങ്ങളിലൊന്നായ കോൾ നിലങ്ങളിലെ ജൈവ വൈവിധ്യവും വിസ്മയ കാഴ്ചകളുമടങ്ങുന്ന വേറിട്ട ഫോട്ടോ പ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കോൾ നിലങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന കോൾ ബേഡേഴ്സ് കളക്റ്റീവ് എന്ന സന്നദ്ധ കൂട്ടായ്മയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കാണാപ്പടവുകൾ എന്ന ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന തൃശൂർ പൊന്നാനി കോൾപ്പാടങ്ങളിലെ അപൂർവ കാഴ്ചകളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന കോൾനിലങ്ങളിലെ അപൂർവ സന്ദർശകരായ പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും ദൃശ്യങ്ങളും പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ അമേച്ചർ ഫോട്ടോഗ്രാഫർമാർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ തുടങ്ങി 8 മുതൽ 70 വയസ്സ് വരെയുള്ള 55ഓളം ഛായാഗ്രാഹകർ പകർത്തിയ 105 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പ്രദർശനം മെയ് 4-ന് സമാപിക്കും. ഇതോടൊപ്പം തണ്ണീർത്തട സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ 1 മാസം നീണ്ടു നിൽക്കുന്ന കോൾ ഫെസ്റ്റിവലിനും തുടക്കമായി. ഇതിന്റെ ഭാഗമായി കോൾ നിലങ്ങളുടെ പല ഭാഗങ്ങളിലായി വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. TCV തൃശൂർ. 56 ഗ്രാം MDMA-യുമായി യുവാവ് അന്തിക്കാടി പോലീസിന്റെ പിടിയിലായി. മണലൂർ അയ്യപ്പങ്കാവ് സ്വദേശി മേനോത്ത് പറമ്പിൽ വീട്ടിൽ ശ്രീജിലാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷനും വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നതിന്റെ മറവിലാണ് ഇയാൾ രാസലഹരി വിൽപ്പന നടത്തിവന്നിരുന്നത്. വാടാനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിൽ ടയർ കടയ്ക്ക് തീപിടിച്ചു. ജുമാ മസ്ജിദിന് സമീപം പ്രവർത്തിക്കുന്ന യുണീക്ക് വീൽസ് ടയർ കടയ്ക്കാണ് തീപിടിച്ചത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. ചൊവ്വാഴ്ച രാത്രി ഉടമ കട പൂട്ടിപ്പോയതിന് പിന്നാലെയാണ് തീപിടുത്തമുണ്ടായത്. സമീപത്തുണ്ടായിരുന്ന ആംബുലൻസ് പ്രവർത്തകരാണ് തീ കത്തുന്നത് കണ്ടത്. തൃപ്രയാർ, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയ 5 യൂണിറ്റ് ഫയർഫോഴ്സും വാടാനപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ.
നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. തൃശൂർ വെങ്ങിനിശ്ശേരി കപ്പക്കാട് സഹോദരങ്ങൾ ഉൾപ്പെടെ 4 കുട്ടികൾക്ക് ഇടിമിന്നലേറ്റു. പാടത്ത് ഷട്ടിൽ കളിക്കുന്നതിനിടെയായിരുന്നു അപകടം. പൊള്ളലേറ്റ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിലാണ് നിയന്ത്രണം. SSLC പരീക്ഷാ ഫലം മെയ് 15 പ്രഖ്യാപിക്കും. +2 VHSC ഫലം മെയ് 22. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ഭാഗികം. വാഹനങ്ങൾ തടഞ്ഞും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചും ഹർത്താൽ അനുകൂലികൾ. ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കൊടിപ്പുറത്ത് വിളക്ക് ബുധനാഴ്ച. സാംസ്കാരിക പരിപാടികൾക്കും ബുധനാഴ്ച തുടക്കമാകും. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ നടപ്പാത നിർമ്മാണം പ്രഹസനമെന്ന ആക്ഷേപം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ നാട്ടുകാർ രംഗത്ത്. ആമ്പലൂരിലെ സർവീസ് റോഡിൽ നിരന്തരം സ്ലാബുകൾ തകരുന്നത് അപകടക്കെണിയാകുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.